ചരിത്രം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിന്റെ പവിത്രത എന്താണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, മൻ സ്വാമ യൗമൻ മിൻ മുഹറം മാസത്തിൽ നിന്ന് ആരെങ്കിലും ഒരു നോമ്പ് നോറ്റാല്, പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തില് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മുഹറം മാസമില്ലേ, ആ മുഹറം മാസത്തിൽ ആരെങ്കിലും ഒരു നോമ്പ് നോറ്റാൽ ഫലഹു ബികുല്ലി യൗമിൻ 30 യൗമാ, അവനിക്ക് ഓരോ ദിവസവും, അവൻ നോക്കുന്ന ഓരോ ദിവസവും 30 ദിവസം നോമ്പ് നോറ്റതിന്റെ പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകരെ, ഇന്നേ വരെ കള്ളം പറയാത്ത നാവിന്റെ ഉടമയെ, മദീനയുടെ മണവാളനെ നബി മുഹമ്മദ് മുസ്തഫ സലാത്ത് ചൊല്ലി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മുഹറം മാസത്തിൽ ആരെങ്കിലും ഒരൊറ്റ നോമ്പ് നോറ്റ അവൻ നോൽക്കുന്ന ഓരോ ദിവസം 30 ദിവസത്തെ നോമ്പിനെ കടപിടക്കുന്ന നോമ്പാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, മുഹറത്തിന്റെ പവിത്രത പറഞ്ഞ തീരൂല. സത്യം പറയാനുള്ള പറഞ്ഞ തീരാത്ത പവിത്രതയാണ് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിനുള്ളത്. എന്റെ പറഞ്ഞാ തീരൂലെന്ന് പറയാൻ കാരണം റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറയുകയാണ്, മൻ സ്വാമ അശുറാ മിൻ മുഹറം മാസത്തിൽ നിന്നുള്ള മുഹറം 10 ദിവസത്തിൽ ആരെങ്കിലും നോമ്പ് നോറ്റാല് അല്ലാഹു തആല അവനക്ക് നൽകുന്ന പ്രതിഫലങ്ങൾ എന്തെല്ലാന്നറിയോ? അയ്താഹുല്ലാഹു സവാബു 10,000 മലക്കാ, 10,000 മലക്കുകളുടെ പവിത്രത അല്ലാഹു അവനക്ക് നൽകുന്നതാണെന്ന് പറയുന്നത് നബിതങ്ങളാ പറയുന്നത്. മുഅ്മിനേ, കഴിഞ്ഞില്ല എന്റെ പ്രിയമുള്ള ഉപ്പ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, 1000 അല്ല 10,000 ഷഹീദിന്റെ പ്രതിഫലമാണ് അല്ലാഹു തആല അവനക്ക് ഓഫർ ചെയ്തതെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനേ, അല്ലാഹുവിന്റെ പ്രവാചകർ വീണ്ടും പഠിപ്പിക്കുകയാണ്, 10,000 ഹാജിമാരുടെ പ്രതിഫലം, 10,000 ഉംറ ചെയ്ത ഉമരിയാക്കളുടെ പ്രതിഫലം അല്ലാഹു നൽകുമ്പോ അല്ലാഹു തആല ആ വിഭാഗത്തിൽ എന്നെ നിങ്ങളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ പറയാം മനുഷ്യന്മാരെ, അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞില്ല പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിലെ ആ മുഹറം 10 ദിവസത്തിന്റെ അന്ന് ആരെങ്കിലും ഒരു യതീമിന്റെ തല തടവി കൊടുത്താൽ, മൻ മസഹ ബിയദിഹി അലാ റഅസി യതീം യൗമ ആശുറാ, യതീമിന്റെ തല ആരെങ്കിലും തടവി കൊടുത്താൽ റഫഅല്ലാഹു തആല ലഹു ബികുല്ലി ശഅറത്തിൻ അലാ റഅസിഹി ദറജത്തുൻ ഫിൽ ജന്നാ, അവന് തല തടവുമ്പോ, ആ യതീമിന്റെ തല അവൻ തടവി കൊടുക്കുമ്പോ, ആ യതീമിന്റെ എത്ര മുടികൾ അവന്റെ കയ്യിൽ ഇങ്ങനെ തൊടുന്നുണ്ടോ അത്രയും അല്ലാഹു തആല അത്രയും ദറജകൾ സുഖലോക സ്വർഗത്തിൽ അവൻ ഉയർത്തുന്നതാണ്. എത്ര പവിത്രതയാണെന്നറിയോ എന്റെ പ്രിയമുള്ളവരെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസമാണ്. ആ മുഹറം മാസത്തിന് നിബിധങ്ങൾ എന്താ പറഞ്ഞത്? പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പുണ്യമായ നോമ്പ് അത് മുഹറം മാസത്തിലുള്ളതാണെന്നാ പറഞ്ഞത് അല്ലാഹു തആല. ആ നോമ്പും ആ മുഹറം മാസത്തെ ആ മുഹറം മാസത്തെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ പറ. ഇന്ന് ഒരു പണിയില്ല, ഇന്ന് ഒരുപാട് പ്രയാസങ്ങളാണ് ജീവിതത്തിൽ, പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണെന്ന് പറഞ്ഞുകൊണ്ട് ആവലാതിപ്പെടാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ നോക്കിയിട്ടുണ്ടോ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു തആല ഒരു രക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അത് മുഹറം 10 ദിവസത്തിലാണെന്ന് റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അത് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വിഷയങ്ങളൊക്കെ നമുക്ക് വരാണ്ട്. അല്ലാഹു തആല കേൾക്കാനും പറഞ്ഞത് മനസ്സിലാക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അപ്പൊ എന്താ പറഞ്ഞത്? ഒരു യതീം കുട്ടിയുടെ തല തടവി കഴിഞ്ഞാൽ അല്ലാഹു തആല അവനക്ക് നൽകുന്ന പവിത്രത എന്താ?
ഒരു യത്തീം കുട്ടിന്റെ തല ഇങ്ങനെ തടവി കൊടുത്താൽ മതി. പരിശുദ്ധമാക്കട്ടെ ആശുറാന്റെ ദിവസത്തിനന്ന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആ യതീമിന്റെ തല തടവി കഴിഞ്ഞാൽ സുഖലോക സ്വർഗത്തിൽ ആ യതീമിന്റെ അവന്റെ ഓരോ തലമുടി ഉണ്ടല്ലോ, ഓരോ തലമുടിക്കും പകരം അല്ലാഹു തആല സുഖലോക സ്വർഗത്തിലെ ദറജ ഉയർത്തുന്നതാണ്. എന്നാലോ മൻ ഫതറ മുഅ്മിനാ, പരിശുദ്ധമാകപ്പെട്ട ആശുറാന്റെ ദിവസത്തിന്റെ അന്ന് ആരെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനെ നോമ്പ് തുറന്നു കൊടുത്താൽ, ഒരു നോമ്പ് തുറന്നു കൊടുത്താൽ ഫകഅന്നഹാ അഫ്തറ ഇൻദഹു ജമീഅ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമാകപ്പെട്ട മുത്തുനബി തങ്ങളുടെ ഉമ്മത്തിലെ ഞാനും നീയുമെല്ലാം അടങ്ങുന്ന, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങൾക്ക് മുഴുവനായിട്ട് നോമ്പ് പുറപ്പിച്ചതിന്റെ പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പറഞ്ഞത്. പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആ മുഹറം 10 ദിവസത്തിന്റെ പവിത്രതയാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞില്ല, ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരാത്തത്രയുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്നിടത്തോളം നമുക്ക് പറയാം. ഇൽമല്ലേ, അല്ലാഹു തആല പറഞ്ഞതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ പറ, ആമീൻ പറ. ആമീൻ പറയാതെ അല്ലാഹു തആല ഒന്നും സ്വീകരിക്കൂല. എന്റെ പ്രിയമുള്ളവരെ, ആമീൻ പറയണം. എന്ത് ചെയ്യാലും ഒരു നന്മ ചെയ്താൽ അല്ലാഹു അതിന് സ്വീകരിക്കണേ, പറയണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിന്റെ പവിത്രതയായ മുഹറം 10 ആശുറാന്റെ ദിവസത്തിന്റെ പവിത്രതയിലേക്ക് നാം കാലെടുത്ത് വെച്ചിട്ടേയുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ്, വലഖദ് ഫളലല്ലാഹു യൗമ ആശുറാ മിൻ സാഇൽ അയ്യാം. പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിന്റെ ആശുറാന്റെ ദിവസത്തെ അല്ലാഹു തആല മറ്റുള്ള എല്ലാ ദിവസങ്ങളിൽ നിന്നും പവിത്രതമാക്കിയത് എന്താണെന്നറിയോ? അദരവായ റസൂലുള്ളാഹി തങ്ങളോട് അവിടുത്തെ സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മുത്ത് നബിയേ, നബിയേ. എന്താ ചോദിച്ചേ നബിയേ? മുഹറം മാസത്തെ എന്തുകൊണ്ടാണ് മറ്റുള്ള ദിവസങ്ങളെക്കാൾ പ്രത്യേകമാക്കിയത്? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ഒരു നീണ്ട മറുപടി പറയാണ്, സ്വഹാബാ, വെറുതെയല്ല മുഹറം മാസത്തെ പവിത്രതയാക്കിയത്, വെറുതെയല്ല അല്ലാഹു തആല മുഹറം മാസത്തെ പവിത്രതയാക്കിയത്. കേട്ടോ സ്വഹാബാ, അല്ലാഹു തആല ആകാശങ്ങളെ സൃഷ്ടിച്ചത്, 7 ആകാശങ്ങൾ അല്ലാഹു തആല സൃഷ്ടിച്ചത് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിലെ മുഹറം 10 അന്നാണ്. ഈ നാം കാണുന്ന അല്ലാഹു തആല പറഞ്ഞില്ലേ, വൽ ജിബാല ഔതാദാ, വൽ ജിബാല ഔതാദാ. പർവ്വതങ്ങളെ നാം ഭൂമിക്ക് ആണിയായിട്ടാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ പർവ്വതങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചത് പരിശുദ്ധമാക്കപ്പെട്ട ആശുറാന്റെ അന്നാണ്. കഴിഞ്ഞില്ല, വഖലഖൽ ബിഹാർ, കടലുകളെ പാരാവാരം പോലെ പരന്ന് കിടക്കുന്ന കടലുകൾ ഉണ്ടല്ലോ, ആ കടലുകളെ അല്ലാഹു തആല സൃഷ്ടിച്ചത് പരിശുദ്ധമാക്കപ്പെട്ട ആശുറാന്റെ ദിവസത്തിലാണ്. വഖലഖൽ ഖലമ, ഖലമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് ആശുറാന്റെ ദിവസത്തിലാണ്. കഴിഞ്ഞില്ല, വഖലഖർ ലൗഹ വഖലഖ ആദമ വഖലഖൽ ജന്നത, ഇവകളെ എല്ലാം അല്ലാഹു തആല സൃഷ്ടിച്ചതും ആശുറാന്റെ ദിവസത്തിലാണ്. അല്ലാഹു തആല സുഖലോക സ്വർഗത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി വരുമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മാത്രമല്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചതും, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്കറിയാം, ഇബ്രാഹിമിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം, പറഞ്ഞ് സമയം തീർക്കണില്ല. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഉറങ്ങാതെ കാത്തിരിക്കാൻ നിങ്ങൾ എല്ലാവരും അല്ലാഹു തആല നമ്മുടെ ഇരുത്തും സ്വീകരിക്കുമാറാവട്ടെ. ആ ഇരുത്തും കാരണമായി നാളെ സുഖലോക സ്വർഗത്തിൽ നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ആലോചിക്കേണ്ടതുണ്ട്, ഒന്ന് ആലോചിക്കണം, ചിന്തിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകർ എന്താ പറഞ്ഞത്? ആ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിലാണ് സുഖലോക സ്വർഗം അല്ലാഹു തആല സൃഷ്ടിച്ചത്. കഴിഞ്ഞില്ല, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്മരണക്ക് നമുക്ക് അറിയാവുന്നതല്ലേ? പരിശുദ്ധമായ മക്കയിലേക്ക് നാം പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ ഓരോ കാഴ്ചകൾ കണ്ടാൽ വിങ്ങിപ്പൊട്ടില്ലേ മനസ്സ്. അല്ലാഹു തആല അവിടെ പോയി കരയാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പോയവർക്ക് ഇനിയും പോകാനുള്ള തൗഫീഖ് നൽകട്ടെ.
എന്റെ പ്രിയമുള്ളവർ, ആരാ ആഗ്രഹിക്കാത്തത്? ആരാ മക്കത്തൊക്കെ പോയി മദീനത്തൊക്കെ പോയി ഒന്ന് ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആരാള്? ആരുമില്ല. അള്ളാഹു താല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറ, ആമീൻ പറ. ആമീൻ പറയാതെ എവിടെ എത്തൂല. ആമീൻ പറ. അള്ളാഹു താല തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ളവര്, അള്ളാഹുവിന്റെ പ്രവാചകർ പറയാണ്, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു താല സൃഷ്ടിച്ച ദിവസം പരിശുദ്ധമാക്കപ്പെട്ട മുഹറം 10 അന്നാണ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? ആ വലിച്ചെറിഞ്ഞ തീകുണ്ടാരത്തിൽ നിന്നും യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, അല്ലാഹു തആല തീനോട് ആജ്ഞാപിച്ചില്ലേ, ഓ തീയേ നീ ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമാകണമേ. ആ തീയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടെന്ന് പറയാനില്ല. കാരണം അവിടെ പ്രയാസം അനുഭവിച്ചിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, ഞാൻ ജീവിതകാലം മുഴുവൻ അതിൻ്റെ ഉള്ളിൽ അങ്ങ് ആഗ്രഹിച്ചു പോവാണ്. അത്ര ഒരു തീ എന്നാൽ തണുപ്പ്. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു തീ എന്ന തണുപ്പ്. അല്ലാഹു തആല ചിന്തിക്കാനുള്ള ബുദ്ധി തരുമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആ തണുപ്പിൽ നിന്ന്, ആ തീയിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് മുഹറം 10 ദിവസത്തിലാണ്. എന്നാൽ ബനൂ ഇസ്രായേൽക്കാരെ പ്രയാസപ്പെടുത്തി ഫറോവയില്ലേ, മൂസാ നബി അലൈഹി സ്വലാമിനെ കഷ്ടപ്പെടുത്തിയ ഫറോവയില്ലേ, ആ ഫറോവയെ അല്ലാഹു തആല ശിക്ഷിച്ചത്, ആ ഫറോവയെ ചെങ്കടലിൽ മുക്കിക്കൊന്നത്, അള്ളാഹുവിന്റെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ മുക്കിക്കൊന്നത് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം 10 ദിവസത്തിലാണ്. അതുകൊണ്ടാണ് മുഹറം 10 ദിവസത്തിൽ ഈ ജൂതന്മാരിങ്ങനെ നോമ്പൊൽക്കാറുണ്ട്. നമുക്കറിയാമല്ലേ, ജൂതന്മാർ നോമ്പൊൽക്കാറുണ്ട്. ആ സമയത്തല്ലേ റസൂലുള്ളാഹി തങ്ങൾ അറിഞ്ഞത്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ നോമ്പൊൽക്കണത്? ഞങ്ങളെ പ്രവാചകൻ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസമല്ലേ മോശ എന്നവർ പറയാ. ആ മൂസാ നബി ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസമല്ലേ, അതുകൊണ്ടാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇങ്ങളെക്കാൾ കൂടുതൽ ബന്ധം ഞങ്ങൾക്കാണ് മൂസാ നബിയോട്. അതുകൊണ്ട് അടുത്ത വർഷം അടുത്ത വരാനിരിക്കുന്ന വർഷം ഞാൻ അവശേഷിച്ചാല് ആ മുഹറം 9 ഞാൻ നോമ്പ് നിൽക്കുന്ന പ്രവാചകർ പറഞ്ഞു. അല്ലാഹു തആല നോമ്പൽക്കാൾ തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ പ്രവാചകർ അപ്പോഴേക്കും വഫാത്തായി കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ മുത്ത് നബിയെ സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സമയം വളരെ കൊടുസാണ്. എല്ലാവരും ഉറക്കത്തിന്റെ മപ്പിലാണ്. അല്ലാഹു തആല ഒരു ഉണർവ് നൽകട്ടെ. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ പ്രയാസം അല്ലാഹു തആല നീക്കിക്കൊടുത്തത് മുഹറം 10 താബല്ലാഹു തആല അലാ ആദം നബി അലൈഹി സ്വലാമിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചത് മുഹറം 10 വഗഫറല്ലാഹു തആല ദംബ ദാവൂദ് അലൈഹി സ്വലാം, ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ പാപം അല്ലാഹു തആല പുറത്തു കൊടുത്തത് മുഹറം 10 വഖലക ഈസാ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് മുഹറം 10 വയൗമുൽ ഖിയാമ ഞാനും നിങ്ങളും ഒരുപോലെ പേടിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖിയാമത്ത് നാൾ വരാനില്ലേ? ആ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് മുഹറം 10 അല്ലാഹു തആല ഖിയാമത്ത് നാൾ രക്ഷപ്പെടുത്തുന്നില്ല. നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ. എന്റെ പ്രിയമുള്ളവര്, ഇതിലൊക്കെ ഓരോ വിശാലമായ ചരിത്രങ്ങളുണ്ട്. സമയത്തിന്റെ കടന്നുകയറ്റം മൂലം ഞാൻ അവസാനിപ്പിക്കാണ്. ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമുണ്ട്. മുഹറം 10 ദിവസത്തിൽ സംഭവിക്കുന്ന ദുഃഖകരമായ ഒരു വാർത്തയുണ്ട്. നമുക്കറിയാം, കർബല യുദ്ധം. എന്താ കർബല? എന്താണ്? പാവപ്പെട്ട ഉസ്മാൻ പാവപ്പെട്ട അലിയാര് തങ്ങളുടെ തങ്ങളുടെ പേരക്കിടാവായ അലിയാര് തങ്ങളുടെ പൊന്നാര മോനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും ഒന്നടങ്കം കൊലപ്പെടുത്തിയ ദിവസം ഏതാ? പരിശുദ്ധമാക്കപ്പെട്ട മുഹറമാണ്. അല്ലാഹുവേ, ആ ഹുസൈൻ തങ്ങളുടെ കൂടെ ഞങ്ങൾ നീ സ്വർഗത്തിൽ കടത്തണേ നീ സ്വർഗത്തിൽ കടത്തണേ അല്ലാഹ്. ആ കർബലയുടെ ചരിത്രം എന്താണ്? പരിശുദ്ധമാക്കപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ യസീദ് എന്ന ക്രൂരൻ കൊലപ്പെടുത്തിയില്ലേ? അവന്റെ സമുദായം കൊലപ്പെടുത്തിയില്ലേ? മുആവിയ തങ്ങളുടെ പൊന്നാര മോനല്ലേ യസീദ്? തമ്മാടിയായി ജീവിച്ച യസീദ്, ആ യസീദ് ചെയ്ത കൊലകുറ്റത്തിനെ അല്ലാഹുവേ സാക്ഷിയായ മാസം ഈ മുഹറമല്ലേ? അല്ലാഹു തആല ആ പരിശുദ്ധമാക്കപ്പെട്ട കർബലിൽ വഫാത്തായ എല്ലാ അഖിലുമൈജിനെ കൂടെ അല്ലാഹു തആല നമ്മെല്ലാവരും സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമാക്കപ്പെട്ട മുഹറം 10 ദിവസത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ട കർബല സംഭവിച്ചത്. ആ കർബലയിൽ നാം കരയാത്ത ആരാള്? കർബല കേട്ടിട്ട് കരയാത്ത ആരാള്? ഇൻഷാ അല്ലാഹ് കർബലയെ കുറിച്ച് പിന്നീട് ഒരിക്കൽ പറയാം, സമയമില്ല. അതുകൊണ്ട് തന്നെ നിർത്താൻ പോവാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരേ ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.
മൻ ആദ മരീല, ഈ മുഹറം 10 ദിവസത്തിൽ ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ ഫകന്നഹ ആദ വലദ ആദം, ആദനബിയുടെ കുട്ടിയായി മടങ്ങി വരുന്നത് പോലെയാണ്. എന്റെ എല്ലാ പാപവും അല്ലാഹു തആല പുറത്തു കൊടുക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പാവപ്പെട്ട ഫലസ്തീനിലെ മക്കൾ ഇന്നിങ്ങനെ പ്രയാസപ്പെടാണ്. എത്ര മാസങ്ങളായി അല്ലാഹുവേ, ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഒരാളുമില്ല. അല്ലാഹു നമുക്ക് എല്ലാവർക്കും മുസ്ലിം ലോകത്തിന് ഇസ്സത്ത് തരുമാറാവട്ടെ. അല്ലാഹുവേ, നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. പരിശുദ്ധമാക്കപ്പെട്ട മുഹറം 10 ദിവസത്തിന്റെ പവിത്രത കൊണ്ടെങ്കിലും ആ പാവപ്പെട്ട മുഅ്മിനീകളെ അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരന്മാരാണല്ലോ അല്ലാ. നീ പറഞ്ഞ ഓരോ കാര്യം വെളിവാവുകയാണല്ലോ. ആ സഹോദരന്മാരെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ.